കണ്ണേട്ടാ. മായക്കണ്ണനാണോ? എവിടേക്കാ മാഞ്ഞു പോയേ? ആ അപ്പോഴേക്ക് ഉടുപ്പിട്ടോ? എന്റെ ഭർത്താവ്. ആ ഞാനേ മച്ച് തുറന്നു തരാം. ആ പിന്നെന്താ ചെയ്യാ? അടുത്തേച്ച മാഷി കൊയിലാണ്ടിയിൽ വല്ലങ്കിക്ക് പോവും. അപ്പൊ വരുമോ? കുങ്കുമം ഇവിടെ കണ്ണേട്ടാ. അതെ, ഓടുമ്പോ ശ്രദ്ധിക്കണേ. പാമ്പും പോമ്പും ഒക്കെ ഉണ്ട്. മാഷ പ്രവർത്തകനല്ലേ, പല സ്ഥലത്തും കുഴിച്ചിട്ടിട്ടുണ്ട്. പേടിക്കണ്ട. ആ പിന്നെ വാഴത്തോട്ടം നനയ്ക്കാൻ വേണ്ടിട്ട് 2-3 കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 പൊട്ടക്കിണർ. ഇല്ല, കടലില്ല. പറഞ്ഞത് കേട്ടല്ലോ. മിണ്ടാതെ പിന്നാമ്പുറത്തങ്ങാൻ പോയിരുന്നല്ലോ. അവന്മാര് കണ്ട കൊന്നോളെ. സൂക്ഷിച്ചു നടന്നോ. ഗണപതി ചേട്ടൻ സത്ത ആ കട എനിക്ക് കിട്ടുമോ സാറേ? ഓ ആ കട കിട്ടുമോ? പോയിക്കോമെന്ന് അപ്പുറത്ത് പോടാ. ഐഫോണെങ്കിലും അടിച്ചു മാട്ടാറുന്നു. കട വേണം പോലും. അതെ, ഇനി എന്നാ ഇങ്ങനെ? ഈ പറമ്പിന്റെ വേലി ഒന്ന് ചാടി കഴിഞ്ഞിട്ട് ആലോചിച്ചാ പോരെ? താങ്ക് യു. ഓക്കെ, ശ്രദ്ധിക്കണേ. കണ്ണായി തൂങ്ങിടാ കണ്ണ. പോലീസ് ഈ ഏരിയ മൊത്തം ഞങ്ങളുടെ അണ്ടറിലേക്ക് അയ്യോ. ഞാനല്ല സാറേ, ആ ഹൂറിയുടെ വീട്ടില് ഗണപതി സാറേ. ഹൂറി. നീ പറഞ്ഞ സത്യമാണോ? ആ സാറേ. ഓക്കെ, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ധന്യവാദ് ജി. ഓ നന്ദി സാറേ. പോടാ. ഇങ്ങനെ കാണാനില്ലല്ലോ. വല്ല പല്ലും നഖമെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. ചില നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് സാറേ, കടിക്കും. അതല്ല, പാമ്പ് കടിച്ചത്. ആ പാമ്പാണ് സാറേ. അവിടെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നിൽക്കണം. അവര് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും എടുക്കട്ടോ. തലേ വിഷം കയറുന്നതിന് മുമ്പ് എന്നെ ആശുപത്രി കൊണ്ടോ. വൈകിട്ടുണ്ട് ആക്കിയാണല്ലോ. ഇതുവരെ പൊങ്ങിക്കുന്നത് കാല് തന്നെയാണ്. ഇതിന്റെ അകത്ത് വേറെ ആരും കൂടി ഉണ്ട്, ഗണപതി മാത്രല്ല. ഞങ്ങൾക്ക് ഉറപ്പാ. അതാരാ ഗണപതിന്റെ പേര്? വേറെ ആള് അല്ലാണ്ട് വേറെ ആര്? ഒരു മൂർഖം പാമ്പിന് കിട്ടിയാലേ അകത്തേക്ക് കയറ്റിവിടായിരുന്നു. പോലീസ് കേസ് ഉണ്ടാവില്ല. ഓനെ നമ്മളെ കൈ കിട്ടിയാലേ ആദ്യം ഓനെ കൈയും കാലം തച്ചുകൊടുക്കുക. എന്നിട്ട് ചാകാനാകുമ്പോ പോലീസിന് വിട്ടുകൊടുക്കുക. നമുക്ക് പോലീസിൽ അറിയിക്കണ്ടേ? പോലീസും പട്ടാളം ഒന്നും വേണ്ട. ഈ കേസ് നമ്മൾ തന്നെ തീർക്കും. കണ്ണം പോലീസേ കൊലപാതകം വരെ ശ്രമിക്കും. പക്ഷെ പെണ്ണ് കേസേ നെഞ്ചുകൂടി കുത്തി കലക്കി കുലുക്കി സർവ്വതായി കളയും. ആ പോലീസുകാരൊക്കെ ഗാനമേളന്റെ ഇടയില. സൂപ്പിക്ക നമ്പീരി മാഷി തന്നെ. മാഷി അവിടെ ഇരിക്കടാ. അല്ലെങ്കിൽ ഇത്രയും ആളുടെ അടുത്ത് ഞാൻ തന്നെ പേടിക്കുന്നു. ഒരുപാട് ആളുണ്ടല്ലോ. മാറിക്കടാ അങ്ങോട്ട്. മനോജി കട്ടയ്ക്ക്
എന്താടോ നമ്മുടെ മേനോന്റെ പേരിൽ ഒരു ആൾക്കൂട്ടം. മേനോന്റെ പൊരയൊക്കെ പണ്ട് ഇത് ഞങ്ങളുടെ സ്വന്തം മുത്തി യാക്കു വാടക കൊടുക്കുന്ന പൊരയാ. മാസം വാടക എണ്ണി വാങ്ങുന്നുണ്ടല്ലോ മേനോൻ. അത് വേണമല്ലോ. എന്ന് വെച്ച് രാത്രി ചാരനെ വിളിച്ചു കയറ്റിയാ അങ്ങനത്തെ കച്ചേരിയൊന്നും ഞങ്ങൾ പൊറക്കൂല. ഓൻ തന്നെ കരുതാണോ വിളിച്ചു കയറ്റിയതാണോ എന്ന് ഗണപതി പറയട്ടെ. അതാ കുറുക്കനെ കൊണ്ട് ഞങ്ങൾ പറയിച്ചോളാം. നിങ്ങളുടെ സഹായം വേണ്ട. ഈ വിഷയത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. 4 മാസം മുന്നേ വെള്ളടിക്കുന്നിലെ വാരസ്യരുടെ കൊപ്ര കളത്തില് നമ്മുടെ ജാതിയിലൊരു ചെക്കൻ കയറിയില്ലേ? അതെ. അന്ന് ഞാൻ നിങ്ങളത് കാല് പിടിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. വിട്ടോളി, ഇതെന്താക്കണം നമുക്കറിയാം. ഓ എന്താ എന്റെ പ്ലാന്? അതെ, നേരം വെളുക്കുമ്പോ കരയോത്തി അറിയിക്കാം. നിങ്ങളിപ്പോ വിട്ടോളി, മഴ വരണ്ട്. മഴ വന്നാലേ പുഴന്നറിയും. പുഴ നിറഞ്ഞാൽ പിന്നെ പുഴ കടക്കാൻ പറ്റില്ല. പിന്നെ മുണ്ടുന്തിക്കേണ്ടി വരും. ഞാൻ ഈലും വലിയ പുഴ നീന്തി കിടന്നുണ്ടാ പമ്പറേ. അതിന് പുഴക്കൊരു കുഴപ്പമുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. എടോ ഗണപതി, ഈ ഒരു ചുക്കും പേടിക്കണ്ട. അന്നെ ആരും ഒന്നും ചെയ്യൂല. അനക്ക് ടീച്ചറോട് പ്രേമാണെങ്കിൽ ഈ മനോജ് കെട്ടിച്ചു തരും. ടീച്ചർ ധൈര്യമായിട്ടിരുന്നോളൂ. ഞാനും മനോജയ്ക്ക് ഇവിടെ ഉണ്ടാ. ഇനി നിങ്ങളുടെ കല്യാണം നടത്തിയിട്ടാ പോകുള്ളൂ. മാത്രമേ ഉള്ളൂ. വേണ്ടി വന്നാ ടീച്ചറെ നായരിച്ചാക്കി. എല്ലാ ജീയും പുറത്ത് നിൽക്കുള്ളൂ, ഉള്ളിലോട്ട് ആരും കയറൂല. വിട്ടോളി, പോയിക്കോ. അതും അതെ. ചോര വീഴ്ത്തി അശുദ്ധാക്കണ്ട. വിളിച്ചോണ്ട് പോടാ. എന്താ ഉണ്ടാവാൻ പോകുന്നത് കണ്ടോ? കണ്ടോളാം. വിട്ടോ. ആ മാഷേ, ഒരു നമ്പീരി മാഷ്. മല പോലെ വന്ന മാഷ് എലി പോലെ പോയി. നനഞ്ഞ പടക്ക ഒന്ന് ചീറ്റാൻ പോലും ആവില്ല. അതന്നെ. ഈ വണ്ടി നമ്മൾ ഓരോരുത്തർ ഇതുവരെ കണ്ടില്ലല്ലോ. സുനീറെ, അമരെന്താണ് കണ്ടിന്ന്? സൂട്ടിക്ക, ആ പിള്ളേര് പണി തുടങ്ങിട്ടോ. ജോയ്, മതി, ഓരോ നിർത്താൻ പറ. ആ മതിയടാ. ആ യാക്കൂബിന്റെ വീട്ടുകാരെ നമ്പർ ഇട്ടാ കൊണ്ടാ ഇപ്പൊ തന്നെ വിളിച്ച് വിവരം അറിയിക്കണം. ഓളെ കുടുംബക്കാരെ മൊത്തം ഇവിടെ എത്തിക്കണം. അങ്ങനെ ഇട്ടാൻ പറ്റില്ല. അന്നാ ഷാജിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി വിളി.